ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഏകദേശം 2 ആഴ്ചയോളമായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റെയിൻബോ തീമിലൊരു വീഡിയോ ചെയ്തപ്പം അടുത്തത് സ്ട്രോബെറി തീമിൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് അത് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു സ്ട്രോബെറി തീമിൽ ജേണലാണ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ കയ്യിൽ ആ ഒരു തീമിൽ വരുന്ന പിക്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റ് നോക്കിയിട്ട് കുറച്ച് സ്ട്രോബെറീസ് വരുന്ന ഒരു പിക്ക് ഇതുപോലെ ഒന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതും എൻ്റെ ഫോണിൽ തന്നെയാണ് സ്കെച്ച് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഈ ഒരു പിക്ചറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി മാത്രം വന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഡാർക്ക് ഗ്രീനോ അല്ലെങ്കിൽ റെഡോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. നോർമൽ സ്കെച്ച് എൻ്റെ കയ്യിലില്ല, ഉള്ളത് ഈ ബ്രഷ് പെന്നാണ്. അപ്പോൾ അതിൽ വരുന്ന കളർ വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ സ്ട്രോബെറീസൊക്കെ ഒരു പിങ്ക് സ്ട്രോബെറി ആയിട്ടുണ്ട്, റെഡ് വന്നിട്ടില്ല. പിന്നെ സ്ട്രോബെറിൻ്റെ അകത്തുള്ള ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ്നറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ലാസ്റ്റ് ഒരു ഫ്രെയിം പോലെ ഒരു ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഒരു ഡോട്ടഡ് ലൈൻസും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പിക്കിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് സ്ട്രോബെറീസെന്നും അതുപോലെ താഴെയായിട്ട് ഒരു കോട്ടല്ല, അതെന്തോ ഒരു പോയോ അതോ സ്റ്റോറിത്തെ എന്തോ ഒരു വേർഡാണ്. അപ്പോൾ അത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തതാണ്. ഇനി നമ്മൾ മുകളിൽ എഴുതിയ സ്ട്രോബെറീസ് ഓരോ കളേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മളെ കയ്യിൽ ലെറ്റർ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും കൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ലെറ്റേഴ്സ് എഴുതുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തിട്ടും ഇങ്ങനെ ഒട്ടിക്കാം കേട്ടോ. ഇനി ഉള്ളിൽ എഴുതിയ ലെറ്റേഴ്സൊക്കെ ഒന്ന് ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്തിട്ടൊന്ന് ബോൾഡ് ആക്കുന്നുണ്ട്. സോ എല്ലാ ലെറ്റേഴ്സും എഴുതി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ ഞാൻ കറുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ട്രോബെറീസ് എഴുതിയത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ താഴത്ത് ജസ്റ്റ് ഒരു സംഭവം കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് തന്നെ ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട്. നോർമൽ പെന്ന് യൂസ് ചെയ്താലും മതി. പിന്നെ ഇതിൻ്റെ മുൻപ് ഒരു റെയിൻബോ തീം ജേണലും അതിൻ്റെ മുൻപ് പല ജേണൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജേണലിനൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യണം. ഈ ഒരു സ്ട്രോബെറി തീം ക്രാഫ്റ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച സമയത്താണ് ഞാൻ ഷോപ്പ് പീസിൽ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒരു ഓർമ്മയില്ലായിരുന്നു. ഇതെന്നോ ഒരു ദിവസം ഒരു ബുക്ക് സ്റ്റോളിൽ പോയപ്പം കണ്ടപ്പം വാങ്ങിച്ചതായിരുന്നു. ഒരു വാൾപേപ്പറാണ് കേട്ടോ, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സ്ട്രോബെറീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്ട്രോബെറിയൊക്കെ ഞാൻ ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ എടുത്തേക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ ബോക്സിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കേട് വന്നപ്പോൾ ഞാനത് എടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള സ്ട്രോബെറീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ചുറ്റുമായിട്ട് അവിടെ ഇവിടെയൊക്കെ റാൻഡമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. വേറെ എന്തെങ്കിലും ഗ്ലൂ ആക്കിയാൽ മതി, കാരണം പേപ്പറല്ല, ഞാൻ വേറെ ഗ്ലൂ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറി തീം ജേണൽ. സിമ്പിളായിട്ട് ചെയ്തതാണ്. ഇങ്ങനത്തെ സ്ട്രോബെറീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് നമുക്കൊരു ബോട്ടിൽ മേക്ക് ഓവറാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പൊട്ടുന്ന ബോട്ടിൽ കിട്ടാത്തതുകൊണ്ട് ഇതുപോലൊരു ജഗ് എടുത്തിട്ടുണ്ട്. കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു ജഗ്ഗിൻ്റെ അടപ്പും റെഡ് കളറാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ തീമിലോട്ട് മാച്ച് ആയതുകൊണ്ടാണ് ഇതെടുത്തത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സ്ട്രോബെറീസ് ഉണ്ടല്ലോ, അതന്നെ ജസ്റ്റ് ഇതിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ. ഉമ്മ കാണാണ്ട് എടുത്തുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഫൈനൽ ലുക്ക് കൊളാവോ എന്നുള്ളത്. പക്ഷെ ഒട്ടിച്ചപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടി, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നാമത് ആ ഒരു അടപ്പ് റെഡ് ആയതുകൊണ്ട് നല്ല മാച്ചായിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി തീമിൽ ഒരു ജഗ്ഗും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ഐസ്ക്രീമിൻ്റെ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് തന്നെ സ്ട്രോബെറി ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ക്ലേയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്ലേ ഉണ്ടാക്കുകയാണ്. ഈ ഒരു വീഡിയോ സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ എങ്ങാണ്ട് ഇൻസ്റ്റഗ്രാമിൽ കണ്ടതായിരുന്നു. അത് ഏത് ചാനലിലാണ് കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിലെ ഐറ്റംസ് മാത്രം ജസ്റ്റ് കണ്ടു. അതായത് അരിപ്പൊടി, പിന്നെ അതിലോട്ട് ഫെവിക്കോള്, പിന്നെ കുറച്ച് ബോഡി ലോഷനും കൂടിയാണ് ആഡ് ചെയ്യുന്നത് കണ്ടത്. പക്ഷേ എത്ര മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ ഒരു മെഷർമെൻറ്റിലാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ബോഡി ലോഷനാണ് കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഫെവിക്കോളിനെയും കാട്ടിലും. പിന്നെ ഈ 3 ഐറ്റംസും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചതാ ഈ ഒരു പരുവത്തിൽ, നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കിതാ കിട്ടിയിട്ടുണ്ട്.
ഈ ഒരു സംഭവം ബിഷ്രുവിൻ്റെ ഞാൻ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ അവൻ്റെ കൈയും കാലും വെച്ചിട്ട് ചെയ്തതായിരുന്നു. ഇംപ്രഷൻ എടുക്കാൻ തന്നെയല്ല പറയുന്നത്, തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇത് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് അങ്ങാണ്ട് ചെയ്തതാണ്. പക്ഷേ ഇതിന് ഇതുവരെ ഒരു കുഴപ്പം, പൂപ്പൽ വരെ അങ്ങനത്തെ സംഭവമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതും ചെയ്തതും ചെയ്യുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കേട് വരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളോട് പറയാം. അതായത് എൻ്റെയും ഫസ്റ്റ് ട്രൈ ആണ്, അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഇതിന് ഷേപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ നല്ലപോലെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു സ്ട്രോബെറി ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു അടപ്പിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സ്റ്റിക്കർ പറിച്ചിട്ട് കിട്ടുന്നില്ല, വെള്ളമാക്കിയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിന്മേലും കൂടെ ആ ഒരു സംഭവം ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് നമ്മൾ ആ സ്ട്രോബെറി ഷേപ്പ് ഉണ്ടാക്കിയത് മുകളിലൊന്ന് വെച്ചു. പിന്നെ റൗണ്ടിൽ ജസ്റ്റ് എന്താ പറയുക, അങ്ങനെ മനസ്സിലായല്ലോ, ആ ഒരു സംഭവം കൂടെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ട്രോബെറിൻ്റെ മുകളിൽ ഒരു ലീഫ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതും കൈവച്ചിട്ടാക്കി. അപ്പോൾ എനിക്ക് തോന്നി ലാസ്റ്റ് നമ്മൾ ഈ വെക്കുന്ന സാധനങ്ങൾ ഫെവിക്കോൾ ആക്കിയിട്ട് ഒട്ടിക്കായിരിക്കും നല്ലത്. പിന്നെ ജസ്റ്റ് ബ്ലാങ്ക് ആയി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുഴൽ പോലെ ഉണ്ടാക്കിയിട്ട് ആക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് പോലത്തെ സംഭവം വെച്ചിട്ട് ഈ സ്ട്രോബെറിൻ്റെ ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റു നീളത്തിലുള്ള സംഭവത്തിലൊക്കെ കുഞ്ഞു ലൈൻസ് പോലെ കുറച്ച് എന്താ പറയുക, എന്തായാലും കയ്യിൽ കിട്ടിയതല്ലേ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വെയിലത്ത് ഒരു 6-7 മണിക്കൂറോളം വെച്ചിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു സൈഡിൽ പൊട്ടിയ പോലെ തോന്നുന്നത് പൊട്ടിയതല്ല. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പം വീഡിയോ സ്റ്റാൻഡും ഫോണും കൂടെ അതിൻ്റെ മുകളിലോട്ട് വീണപ്പം ഒരു ക്രാക്ക് വന്നതാണ്, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. റെഡ് കളറിൽ ഞാൻ സ്ട്രോബെറിൻ്റെ അവിടെ കൊടുത്തു, ബാക്കിയുള്ള ആ സംഭവത്തിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ഗ്രീൻ എൻ്റെ കയ്യിലില്ലായിരുന്നു, ഈ ഒരു ഗ്രീനെ കയ്യിലുള്ളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് ഭംഗി ഉണ്ടായിരുന്നു. ആ റെഡിലോട്ട് വരുമ്പം ആ ഒരു കോംബോ ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ താഴത്തുള്ള ഒരു സ്ഥലത്തും കൂടെ ഇത് കൊടുത്തു. പിന്നെ ബാക്കി ചുറ്റിലും പിങ്ക് കളർ ഉണ്ടായിരുന്നു, ആ പിങ്കും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി ഫൈനൽ ലുക്ക്. ഈ ഒരു ക്ലേ വെച്ചിട്ട് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊരു വർക്ക് ചെയ്യുമ്പം ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ കണ്ടപ്പം ഫ്ലോപ്പ് ആയിട്ടൊന്നുമില്ല, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര കാലം ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഷോ പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാം. അല്ലാണ്ട് കീ ചെയിനൊക്കെ പോലെ ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ ബാക്കിയുണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോ എന്ത് വേണമെന്നും കൂടെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.